ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. പോരാ. ഹല്ലേലൂയ. കർത്താവ് എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ മനോഹരമായിരിക്കുന്ന വിശുദ്ധ ദിവസം നിങ്ങളുടെ കൂടെ ആയിരിക്കാൻ സർവശക്തനായ ദൈവം സഹായിച്ചു. ലാസ്റ്റ് സൺഡേയിലും നമുക്ക് ഒരുമിച്ച് കർത്താവിനെ ആരാധിപ്പാനൊക്കെ ദൈവം സഹായിച്ചു. ദൈവത്തിൻ്റെ കൃപയാല ഇന്ന് ഒരവസരം കൂടെ നമുക്ക് ആയിരിക്കാൻ ദൈവം സഹായിച്ചു. ദൈവത്തെ ആരാധിപ്പാനൊക്കെ വളരെ പവർഫുള്ളായിരിക്കുന്ന ഒരു വചനം. എത്ര പേർക്ക് സന്തോഷമായിരുന്നു? ഹല്ലേലൂയ. ദൈവം നമ്മളോട് സംസാരിച്ച് ഈ സെയിം വാക്യം ഒരിക്കൽ പാകിസ്ഥാനും ഇന്ത്യയും യുദ്ധം നടക്കുന്ന സമയത്ത് ഞാനിങ്ങനെ ജമ്മുവിലുള്ളവരെന്നെ അവിടെ അവരുടെ വീടിൻ്റെ മുകളിൽ കൂടെ ഈ പ്രശ്നങ്ങളെല്ലാം പൊക്കോണ്ടിരിക്കുമ്പോഴും ഈ ഒരു വേള കർത്താവ് എനിക്ക് തന്നത്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ദൈവത്തെ വാസസ്ഥലമാക്കിയിട്ടുണ്ടെങ്കിൽ ദൈവം നമ്മളെ സൂക്ഷിക്കും. പ്രൈസ് ദി ലോർഡ്. വളരെ ശക്തമേറിയ ദൈവവചനത്തിനായി കരങ്ങളടിച്ച് കർത്താവിൻ്റെ ദാസനെ ഓർത്ത് ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ പാസ്റ്റർ മോബി ഈ ദിവസങ്ങളിൽ കേരളത്തിൽ നിന്നെത്തും. പാസ്റ്ററിൻ്റെ യാത്രകളെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഇന്നിവിടെ വന്ന എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. സാധാരണഗതി നമ്മുടെ ആരാധനയൊക്കെ തീരേണ്ട സമയം അല്ലേ? വേറെ കുഴപ്പമൊന്നുമില്ല. കൃത്യസമയത്ത് തന്നെ ഇന്നത്തെ ആരാധന തീരും. വളരെ പ്രാർത്ഥിച്ച് ദൈവത്തിലായിരിക്കട്ടെ. ലാസ്റ്റ് വീക്ക് ചെറിയൊരു ഫീവറിൻ്റെ ഒരു പ്രയാസമൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുമായിരുന്നു. ഞാൻ ഓർത്തില്ല ഇന്ന് ഇങ്ങനെ പങ്കെടുക്കാൻ പറ്റുമെന്നൊക്കെ. പക്ഷേ ഞാനും ദൈവം പറഞ്ഞ പോലെ ഡിക്ലറേഷൻ ഭയങ്കര പവർഫുൾ. രാമൻ പറഞ്ഞോട്ടെ. നമ്മൾ ഫീവറിനോട് പറയാം, നീ എന്നെ ജയിക്കത്തില്ല, ഞാൻ നിന്നെ ജയിക്കും. ഹല്ലേലൂയ. രാമൻ പറഞ്ഞാട്ടെ. പ്രൈസ് ദി ലോർഡ്. ഞാൻ ആരാധനയ്ക്ക് പോകും. നാം ഡിക്ലറേഷൻ ചെയ്യുമ്പോഴാണ് സംഭവിക്കുന്നത്. കാര്യം ദൈവം ഭൂമിയെ നിർമ്മിച്ചത് ചിന്തിച്ചല്ല ഉണ്ടാക്കിയത്, വാഗുകൊണ്ട് പറഞ്ഞ ഉണ്ടാക്കിയത്. രാമൻ പറഞ്ഞാട്ടെ. ഒന്നും നമ്മൾ ചിന്തിക്കരുത്, പറയണം. ആമേൻ പറഞ്ഞാട്ടെ. ഏത് വിഷയത്തെ നോക്കി പറയാം. ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോഴെല്ലാം ഉണ്ടായത്. അതുകൊണ്ട് നമ്മൾ എന്ത് ദൈവപ്രവൃത്തി നടക്കണമെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ഡിക്ലറേഷൻ ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. അത് വളരെ പവർഫുള്ളാണ്. അത് വലിയൊരു അത്ഭുതം കൊണ്ടുവരും. വേഗത്തിലൊരു വാക്യം വായിക്കാം. റോമാലേഖനം 8-ാം അധ്യായം 32-ാമത്തെ വാക്യം. റോമാലേഖനം 8:32. Romans chapter 8 verse 32. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഇനി എല്ലാവരും ശ്രദ്ധിച്ച് വളരെ പ്രാർത്ഥനയോട് കൂടെ ആയിരിക്കാം. ഒരു ഭാഷ കൂടെ വായിച്ചിട്ട് റോമാലേഖനം 8:32. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? ആമേൻ. വളരെ പ്രാർത്ഥിച്ചായിരിക്കട്ടെ. നമ്മുടെ ചർച്ചിൻ്റെ ആയിരിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും ചർച്ചിൻ്റെ എൽഡേഴ്സിനും ലീഡേഴ്സിനെല്ലാം യേശുവിൻ്റെ നാമത്തിലുള്ള സ്നേഹമുണ്ട്. വളരെ പ്രാർത്ഥിച്ച് ഇനിയുള്ള ദൂത് നിങ്ങൾ കേൾക്കണേ. ഇവിടെ എഴുതിയിരിക്കുകയാണ്, സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ച് തന്നവൻ അവനോടുകൂടെ സകലതും എന്ത് ചെയ്യുക? കേൾക്കണം. ഇന്ന് ഇവിടെ സാംസ് പ്രബോധിപ്പിച്ചപ്പോഴൊക്കെ അതിൻ്റെ അകത്ത് കടന്നത്, അതിൻ്റെ അകത്തുനിന്ന് ഒരു ദൂത് ഇതാണ്: നമ്മുടെ ദൈവം കരുതുന്ന ദൈവമാണ്. രാമൻ പറഞ്ഞാട്ടെ. നമ്മുടെ ദൈവം സഹായിക്കുന്ന ദൈവമാണ്. 1-2 ടെസ്റ്റ് മണികൾ നമ്മൾ ശ്രദ്ധിച്ചപ്പം ജോലിയുടെ കാര്യങ്ങളൊക്കെ വന്നല്ലോ. അതാണ് തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞത്, ദാവീദ് എങ്ങും ഒരു CV അയച്ചിട്ടില്ല. അയച്ചോ അല്ലേ? കൊട്ടാരത്തിൽ ഇങ്ങനെ ഒരു സീറ്റ് വേക്കൻ്റ് ഉണ്ട്, എന്നെ രാജാവാക്കണം പറഞ്ഞ് അയച്ചായിരുന്നോ? ഒന്നുമില്ലായിരുന്നു. ദൈവത്തിൻ്റെ നേരിട്ടുള്ള സെലക്ഷനായിരുന്നു. രാമേ പറഞ്ഞാട്ടെ. പൈസ നമ്മുടെ ദൈവത്തിന് നമ്മളെ സഹായിക്കണമെങ്കിൽ, നമ്മുടെ ദൈവത്തിന് നമ്മളെ ഉയർത്തണമെങ്കിൽ, നമ്മുടെ ദൈവത്തിന് നമ്മുടെ അടുത്ത ലെവലിൽ കൊണ്ടുപോകണമെങ്കിൽ നമ്മുടെ പ്രൊഫൈലിൻ്റെ ആവശ്യമൊന്നും ദൈവത്തിനില്ല. രാമേ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ദൈവം അങ്ങനെ ചെയ്യുന്ന കർത്താവാണ്. ഹല്ലേലൂയ. വളരെ പ്രാർത്ഥിച്ച് നമ്മളായിരിക്കുമ്പം ഈ റോമാലേഖനം 8-ന്റെ ഒരു വാക്യം തന്നെയായിരുന്നു കഴിഞ്ഞ സൺഡേയിൽ നമ്മൾ അല്ലേ
എല്ലാം നന്മയ്ക്കായിട്ട് ദൈവം എന്ത് ചെയ്യും എന്ന് പറയുന്നത് പോലെ അതിൻ്റെ 32-ാമത്തെ വാക്യത്തിലൂടെ പരിശുദ്ധാത്മ പറയാണ്, സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലതും തരാതിരിക്കുമോ? പ്രൈസ് ദി ലോർഡ്. ഈ ലോകത്ത് ഏറ്റവും വലുതെന്ന് പറയുന്നത് എന്തായിരുന്നു? ദൈവത്തിന് തൻ്റെ പുത്രനായിരുന്നു. സ്തോത്രം പറഞ്ഞാട്ടെ. തൻ്റെ പ്രാണനെന്ന് പറയുന്നത് പുത്രനായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അവനെ പറിച്ചിട്ട് നമുക്കങ്ങോട്ട് തന്നെങ്കിൽ അതല്ലേ ഏറ്റവും വലുത്. അത് ആൽവിന് വേണ്ടി തന്നെങ്കിൽ, ഒരാമയും പറഞ്ഞേ, അത് ദൈവദാസൻ ജോൺസന് വേണ്ടി പറിച്ചങ്ങ് തന്നെങ്കിൽ, നമ്മൾ ചോദിക്കുന്ന ചെറിയ രോഗം മാറ്റാനാണോ ദൈവത്തിന് ആനക്കാര്യം? രാമൻ പറഞ്ഞേ, എടാ മോനെ, ഏറ്റവും വലിയത് ഞാൻ പറിച്ചങ്ങ് തന്നില്ലേ, പിന്നെയാണോ നിനക്കൊരു ജോലി? ഒരാമൻ പറ, സ്വതന്ത്രം പറ. ഏറ്റവും വലിയതിനെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി തരാൻ മടി കാണിക്കാഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ പറയുന്ന വിഷയങ്ങളൊക്കെ എനിക്കതൊരു വിഷയമല്ല. ഒരാമൻ പറഞ്ഞ നിങ്ങൾ. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ ദൂത് ഇതാണ്, നമ്മുടെ ദൈവം കരുതുന്ന കർത്താവാണ്. സ്തോത്രം പറ. നിങ്ങൾ ചിന്തിച്ചിട്ടില്ലാത്ത രീതിയിൽ, നിങ്ങൾ വിചാരിച്ചിട്ടില്ലാത്ത രീതിയിൽ, നിങ്ങൾ ഇന്നേ വരെ പ്രതീക്ഷിച്ചിട്ടില്ലാത്ത രീതിയിൽ ദൈവത്തിൻ്റെ കരുതൽ ഈ 6-ാം മാസം കാണും. ആമേൻ പറ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഈ വാക്യം തന്നെ വായിപ്പിച്ചത്, സ്വന്തം പുത്രനെ ആദരിക്കാതെ. കേൾക്കണം, ക്രൂശിൽ കടന്നിട്ട് പുത്രൻ നിലവിളിക്ക് ഏറ്റവും കൂടുതൽ പുത്രന് സങ്കടപ്പെട്ടത് തലയിൽ അടിച്ചു വെച്ച മുൾമുടിയുടെ വേദനയല്ലായിരുന്നു. രാമൻ പറഞ്ഞാട്ടെ. ഏറ്റവും കൂടുതൽ പുത്രനെ വേദനിപ്പിച്ചത് 3 ആണിയുടെ പെയിൻ അല്ലായിരുന്നു. യേശുവിനെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത് അവര് ക്രൂരമായി അടിച്ച ചാട്ടവാറിന്റെ വേദനയല്ലായിരുന്നു. യേശുവിനെ വേദനിപ്പിച്ചത് പിതാവിൻ്റെ മുഖം മറച്ചൊരു നിമിഷം. ഒരാമൻ പറഞ്ഞാട്ടെ. ഞാൻ ചോദിക്കട്ടെ, ദൈവസാന്നിധ്യം ഒന്ന് മാറുമ്പോൾ അകത്ത് വെപ്രാളം ഉണ്ടാകുന്നവരുണ്ടോ? ഒരാമൻ പറഞ്ഞാട്ടെ. പ്രൈസ് ദി ലോർഡ്. ദൈവസാന്നിധ്യം ഒന്ന് മാറുമ്പോൾ അകത്തൊരു പെയിൻ ഉണ്ടാകുന്നവരുണ്ടോ? ഞാൻ അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. യേശുവിനെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത് ഗദസമനയിലിട്ട് കള്ളനെ വട്ടം പിടിപ്പിക്കുന്ന പോലെ പിടിച്ചതല്ല യേശുവിനെ വേദനിപ്പിച്ചത്. ഗബതയിലിട്ട് യേശുവിനെ തല്ലി ചതച്ചതല്ല യേശുവിനെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത്. ഗോൽഗോഥയിൽ ഒരു ഫ്ലാഗ് കെട്ടിത്തൂക്കുന്നത് പോലെ യേശുവിനെ കെട്ടിത്തൂക്കിയതല്ല യേശുവിനെ വേദനിപ്പിച്ചത്. യേശുവിനെ സങ്കടപ്പെടുത്തിയത് അപ്പാനെ നിലവിളിച്ചപ്പോൾ, എൻ്റെ ദൈവമേ നീ എന്നെ അങ്ങനെ ഹല്ലേലൂയ എലോഹീം എന്ന് പറഞ്ഞ് ദൈവത്തോട് നിലവിളിക്കുമ്പോൾ അവിടെ ദൈവം മാറി നിൽക്കുന്ന ഒരു സമയമുണ്ടല്ലോ, അതാണ് പുത്രനെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത്. ഒരാമൻ പറഞ്ഞാട്ടെ. എന്തിനാണ് അപ്പ മോൻ്റെ വിളി കേൾക്കാതെ തലതിരിച്ചു അങ്ങോട്ട് വെക്കുമ്പോൾ അപ്പൻ്റെ മറുപടി, ഞാൻ ആദരിക്കാതെ നിനക്ക് വേണ്ടി ഏൽപ്പിച്ചു തരികയായിരുന്നു. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഞാൻ അവൻ്റെ നിലവിളി കേൾക്കാതെ, സ്തോത്രം പറഞ്ഞേ, ഞാൻ അവൻ്റെ കണ്ണുനീര് കാണാതെ, അവൻ ക്രൂശിൽ പെടയുന്നത് ഞാൻ അങ്ങോട്ട് നോക്കാതെ, അവൻ്റെ കൂടെ നിൽക്കാതെ ഞാൻ അങ്ങോട്ട് ഏൽപ്പിച്ച് തന്നത് മാറി നിന്നതിൻ്റെ കാര്യം, ഞാൻ ഇവനെ നിനക്ക് വേണ്ടി അങ്ങ് ഏൽപ്പിച്ചു തരികയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് പറയാ, ഏൽപ്പിച്ചു തന്ന ദൈവം നമ്മളോട് പറയുന്ന ദൂത് ഇതാണ്, അങ്ങനെ തരാങ്കിൽ അവനോട് കൂടെ സകലതും. ഒരാമേൻ പറ. അവനോട് കൂടെ ശകലമല്ല, സകലതും. ഒരാമേൻ പറഞ്ഞാട്ടെ. പ്രൈസ് ദി ലോർഡ്. മലയാളം മിസ്റ്റേക്ക് ആകല്ലേ. ശകലമല്ല, സകലതും. ആമേൻ പറ. സകലതും. കരങ്ങൾ ഉയർത്തി നല്ല ഹല്ലേലൂയ ഹല്ലേലൂയ. സകലതും തരാതിരിക്കുമോ? ഈ സകലതും എന്ന് പറയുന്ന വാക്കിൻ്റെ അകത്ത് അല്ല സ്പിരിച്വലുണ്ട്, ഫിസിക്കലുണ്ട്. രാമേൻ പറ. പ്രൈസ് ദി ലോർഡ്. ഇത് മുഴുവനും തരാതിരിക്കുമോ നമ്മുടെ ദൈവം? എത്ര പേര് ദൈവത്തെ സ്തുതിക്കും? ഇതാ നമ്മുടെ ദൈവം കരുതുന്ന കർത്താവ്. അതുകൊണ്ട് ഈ 2025 6-ാം മാസം മനോഹരമായിരിക്കുന്ന 15-ാം തീയതി കർത്താവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കാൻ പല സ്ഥലങ്ങളിൽ നിന്ന് കടന്നു വന്നവർ ഈ ദൂത് ആത്മാവിൽ പിടിച്ചെടുത്തുകൊണ്ട് പോകണം. എൻ്റെ യേശുവിനെ ദൈവത്തിന് എനിക്ക് തരാങ്കില, എൻ്റെ അടുത്ത ഫ്യൂച്ചറിൻ്റെ അടുത്ത കാര്യങ്ങൾ എൻ്റെ ദൈവം എനിക്ക് വേണ്ടി തന്നു കഴിഞ്ഞിരിക്കുക. രാമൻ പറഞ്ഞോട്ടെ. യേശുവിനെ തരാങ്കിലാണോ ആ ക്യാൻസർ ദൈവത്തിന് എന്തെങ്കിലും വിഷയമാണോ? രാമൻ പറ. യേശുവിനെ തരാങ്കിലാണോ 2 പുതിയ കിഡ്നി തരിക ദൈവത്തിൻ്റെ വിഷയമാണോ?
രാമൻ പറഞ്ഞാട്ടെ, യേശുവിനെ തരാങ്കിലാണോ നമ്മുടെ ഫ്യൂച്ചറിനെ ഒന്ന് ബ്യൂട്ടിഫുൾ ആക്കുക? അത് ദൈവത്തിനൊരു വിഷയമാണോ? സോദരം പറഞ്ഞാട്ടെ, ഇന്നത്തെ ദൂതിൽ നിങ്ങൾ ബലപ്പെടണം. ഏറ്റവും എടുത്ത് വലിയതെടുത്ത് ഇങ്ങ് തന്നെങ്കിൽ അതിന് താഴെയുള്ളതാ ഇപ്പൊ നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അവനോടുകൂടെ സകലതും തരാതിരിക്കുമോ? തന്നു. പറഞ്ഞാട്ടെ, ദൈവം തന്നു, എല്ലാം തന്നിട്ടുണ്ട് കേട്ടോ. എല്ലാം തന്നിട്ടുണ്ട്. സ്വോത്രം പറഞ്ഞേന്നേ. ആ തന്നതിനെ ഒന്ന് പിടിച്ചെടുക്കുക, അത് നമ്മുടെ ഒരു കടമയായിരുന്നു. സ്വോത്രം പറഞ്ഞാട്ടെ. ഈ ദിവസങ്ങളിൽ അവിടെയാണ് നമ്മൾ ഫെയ്ത്തിന്റെ സ്റ്റെപ്പ് എടുക്കുന്നത്. ഇന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കാൻ പോകുകയാണ്. ഞാൻ ഇത് പറയുമ്പോഴാണ് എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് ഇന്നലെ രാത്രി സംസാരിച്ചൊരു വാക്യമുണ്ട്. ഒന്ന് വായിക്കണം. ഉൽപ്പത്തി പുസ്തകത്തിൽ 21-ാം അധ്യായത്തിൽ എൻ്റെ ദൈവം കരുതുന്ന ദൈവമാണെന്ന് കർത്താവിൻ്റെ ദാസൻ പറഞ്ഞ ആ സാംസിൻ്റെ കൂടെ തന്നെ നിൽക്കുകയാണ് ഞാൻ. ആ ചിറകിൻ്റെ അകത്ത് കരുതലുണ്ട്, ആ നിഴലിൻ്റെ അകത്ത് ഭയങ്കര കരുതലുണ്ട്. നമ്മുടെ ദൈവം പ്രൊവൈഡറാണ്. 21-ാം അധ്യായത്തിലേക്ക് വന്നാട്ടെ. അതിൻ്റെ 14-ാമത്തെ വാക്യം വെച്ച് വായിച്ചിട്ട്. അബ്രഹാം അതികാലത്ത് എഴുന്നേറ്റ് അപ്പവും ഒരു തുരുത്തി വെള്ളവും എടുത്തു, ഹാഗാറിന്റെ തോളിൽ വെച്ചു കെട്ടി, കുട്ടിയെയും കൊടുത്ത് അവളെ അയച്ചു. അവൾ പുറപ്പെട്ടു പോയി ബേർശേബ മരുഭൂമിയിൽ ഉഴന്നു നടന്നു. ഇനി ശ്രദ്ധിച്ചോണേ, അവിടെ നിൽക്കണേ. ആ വാക്യം എനിക്കൊന്ന് വായിച്ചു തരണമേ. നമ്മുടെ ദൈവം കരുതുന്ന ദൈവം. എല്ലാവരും പറഞ്ഞേ, നമ്മുടെ ദൈവം ഭയങ്കരമായിട്ട് കരുതുന്ന ദൈവം. ഹല്ലേലൂയ. പുത്രനെ തന്നെങ്കിൽ അവനോടുകൂടെ സകലതും തന്ന് കരുതിയിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ജനസസിന്റെ അകത്ത് അനുഗ്രഹിക്കപ്പെട്ട ഒരു വാക്യം വായിച്ചത്. ഹാഗാർ എന്ന് പറയുന്ന വ്യക്തി വന്ന റൂട്ടൊന്നുമില്ല, പക്ഷെ അബ്രഹാമിൻ്റെ കൂടെയുള്ള ഒരു വ്യക്തിയാണ്. ഹല്ലേലൂയ. ഒരിക്കൽ അബ്രഹാമിന് ഇസഹാക്ക് ജനിച്ചു കഴിഞ്ഞപ്പോൾ, ഏതാണ്ട് കുറേ വർഷം കഴിഞ്ഞപ്പോൾ ഇഷ്മായേലിനെ അമ്മയും വെളിയിലിറക്കുന്ന ഒരു സമയം, അബ്രഹാമിലുള്ള സ്വത്തിനെ 4ആയിട്ട് മുറിച്ചു. 4-1 എടുത്ത് അതിനെ 4ആയിട്ട് മുറിച്ചു. എന്തെല്ലാം മുറിച്ചതിൻ്റെ ഏറ്റവും ചെറിയൊരു സംഭവം മനസ്സിലായില്ലേ? അബ്രഹാമിന് എന്തെല്ലാം ഉണ്ടായിരുന്നു അതിൻ്റെ അകത്തുനിന്ന് ഏറ്റവും ചെറുത്, ഏറ്റവും നിസ്സാരമെന്ന് പറയുന്ന ഒരു കൊട്ടയെടുത്ത് ആകാറിനും കൊടുത്ത്, അതിൻ്റെ അകത്ത് കുറച്ച് അപ്പവും കൊടുത്ത്, ഒരു തുരുത്തി വെള്ളവും കൊടുത്ത് വിട്ടു. രാമൻ പറഞ്ഞാട്ടെ, ഇതായിരുന്നു അബ്രഹാമിൻ്റെ ആസ്തി. മനസ്സിലായോ? ഇതായിരുന്നു അബ്രഹാമിൻ്റെ ആസ്തി. ഒന്നും കൊടുത്തിട്ടില്ല. അബ്രഹാം മഹാസമ്പന്നനാണെന്ന ഉൽപ്പത്തി പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. തൻ്റെ മഹാസമ്പന്നതയ്ക്കകത്തുനിന്ന് ഒന്നും കൊടുത്തില്ല. ഒരു കൊട്ട മാത്രമുണ്ട് ഇച്ചിരി ദിവസം കൂടെ നിൽക്കുന്നത്. രാമൻ പറഞ്ഞാട്ടെ, ബാക്കിയുള്ളതെല്ലാം ക്ഷണം തീരുന്ന കാര്യങ്ങൾ കൊടുത്താ വിട്ടിരിക്കുന്നത്. അതുമായിട്ട് അല്ലി അവരെവിടെ വന്നെന്നാണ് പറയുന്നത്? ബേർശേബ മരുഭൂമിയിൽ. രാമൻ പറഞ്ഞാട്ടെ, ശരിക്കും ബേർശേബ മരുഭൂമി എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ്ങിലേക്ക് പോയാൽ മരുഭൂമിയല്ല, 7 കിണറെന്ന അർത്ഥം. രാമൻ പറഞ്ഞാട്ടെ. ശരിയും കൂടെ പറഞ്ഞാൽ ആ കിണറിൻ്റെ മുകളിൽ മരുഭൂമി അനുഭവിച്ച ആളാണ് ആര്? ഹാഗാർ. മനസ്സിലാവുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? ബേർശേബ മരുഭൂമി എന്ന വാക്കിൻ്റെ അർത്ഥം എന്നാ? 7 കിണർ. പ്രൈസ് ദി ലോർഡ്. പക്ഷെ ഇത് ഹാഗാറിന് ഇപ്പോൾ എന്താ? മരുഭൂമി. ഒന്ന് വായിക്കാമോ? ബേർശേബ എഴുന്നേറ്റിട്ട് ബേർശേബ മരുഭൂമിയിൽ ഉഴന്നു നടന്നു. തുരുത്തിയിലെ വെള്ളം ചെലവായ ശേഷം അവൾ കുട്ടിയെ ഒരു കുറുങ്കാട്ടിൽ തണലിലിട്ടു. അവൾ പോയി അതിനെതിരെ ഒരു അമ്പിൻപാട് ദൂരത്തിരുന്നു. കുട്ടിയുടെ മരണം എനിക്ക് കാണേണ്ട എന്ന് പറഞ്ഞ് എതിരെ ഇരുന്ന് ഉറക്കെ കരഞ്ഞു. ദൈവം ബാലന്റെ നിലവിളി കേട്ടു. ദൈവത്തിന്റെ ദൂതൻ ആകാശത്ത് നിന്ന് ഹാഗാറിനെ വിളിച്ച് അവളോട്, ഹാഗാറെ, നിനക്ക് എന്ത്? നീ ഭയപ്പെടേണ്ട. ബാലൻ ഇരിക്കുന്നിടത്ത് നിന്ന് അവന്റെ നിലവിളി ദൈവം കേട്ടിരിക്കുന്നു. നീ ചെന്നു ബാലനെ താങ്ങി എഴുന്നേൽപ്പിച്ചു കൊള്ളുക. ഞാൻ അവനെ ഒരു വലിയ ജാതിയാക്കും എന്ന് അരുളി ചെയ്തു. അടുത്ത വാക്യം. ദൈവം അവളുടെ കണ്ണു തുറന്നു. ദൈവം അവളുടെ കണ്ണ് തുറന്നു. അവൾ ഒരു നീരുറവ കണ്ടു. ഒരു കാര്യം ശ്രദ്ധിച്ചോണേ, ഇനി നിങ്ങൾ ശ്രദ്ധിച്ചോണം. അപ്പോൾ ദൈവം ഉറവ തുറന്നു കഴിഞ്ഞിട്ടാണോ അവൾ കണ്ടത്? കേട്ടോ? ആണോ? ഉറവ തുറന്നു കഴിഞ്ഞിട്ടാണോ കണ്ടത്? ആദ്യം തുറന്നത് എവിടെയാ? കണ്ണാ തുറന്നത്. രാമൻ പറഞ്ഞാട്ടെ, നിങ്ങൾ കേൾക്കുന്നുണ്ട്? ആദ്യം തുറന്നത് എന്താ? കണ്ണാണോ ഉറവയാണോ? കണ്ണ് തുറന്നപ്പോൾ എന്നാ കണ്ട്? അപ്പോൾ ഉറവ എന്തുണ്ടായിരുന്നു അവിടെ? മനസ്സിലാവുന്നുണ്ടോ? ഉറവ അവിടെ എന്തുണ്ടായിരുന്നു? ഉറവ ഉണ്ടായിരുന്നു. എന്താ തുറന്നത്? അപ്പൊ ആവശ്യം എന്താണ്? കണ്ണാ തുറന്നത്. പ്രോബ്ലം ആർക്കാ ഉള്ളത്? അതെ, പ്രോബ്ലം നമുക്കാ ഉള്ളത്. രാമൻ പറഞ്ഞാട്ടെ, നിങ്ങൾ ഇന്ന് ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്ന് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? കർത്താവിൻ്റെ മക്കളെ,
ഹല്ലേലൂയ. ഇന്ന് ഒരു വീട്ടിൽ നിന്ന് ഒരു പ്രഭാതത്തിൽ ഒരു കൊട്ടയ്ക്കകത്ത് അപ്പവും ഒരു തുരുത്തിയിലെ വെള്ളവും വെച്ചിട്ട് ചുമ്മാതെ തനിക്ക് എത്ര സമ്പത്തുണ്ടോ അതിനൊന്നും കൊടുക്കാതെ ഒരു ഫാമിലിയെ പറഞ്ഞങ്ങ് വിടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോണേ, ദൈവം അവരുടെ കൂടെ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ഇന്ന് ലോകത്തിലെ മനുഷ്യനല്ല ഇതാ. ഇവിടെയാണ് നമ്മൾ അബ്രഹാമിനെയും യേശുവിനെയും പഠിക്കുമ്പോൾ അബ്രഹാം ഒന്നും കൊടുത്തില്ല, പക്ഷെ യേശു നമുക്ക് വേണ്ടി തന്നത് അവൻ്റെ പ്രാണനെ പറിച്ച് നമുക്ക് വേണ്ടി തന്നു. രാമൻ പറഞ്ഞാട്ടെ. പ്രൈസ് ദി ലോർഡ്. അബ്രഹാം കൊടുത്ത കരുതലുകളൊക്കെ വഴി തീരുന്നതായിരുന്നു. യേശു തന്ന കരുതലുകളൊക്കെ നമ്മളെ നിത്യത വരെ കൊണ്ടുപോകുന്നതായിരുന്നു. ഒരു സ്വതന്ത്രം പറഞ്ഞാട്ടെ. അബ്രഹാം തന്ന തുരുത്തിയിലെ വെള്ളവും അബ്രഹാം കൊടുത്ത അപ്പവും ഒക്കെ ഈ ഭൂമി കൊണ്ട് തീരുന്നതായിരുന്നു. യേശു തന്നതെല്ലാം ജീവന്റെ അപ്പവും വെള്ളമായിരുന്നു. രാമൻ പറഞ്ഞാട്ടെ. അത് നമ്മളെ കൊണ്ടുപോകുന്ന എവിടം വരെയായിരുന്നു? ബൈബിള് പറയാം, അത് നമ്മളെ എത്തിക്കുന്നത് നിത്യത വരെയായിരുന്നു. അത് നമ്മളെ എത്തിക്കുന്ന നിത്യത വരെയായിരുന്നു. എൻ്റെ ദൈവത്തെ കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിച്ചാട്ടെ പ്രിയരെ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അബ്രഹാം തന്ന തുരുത്തിയിലെ വെള്ളവും അബ്രഹാം തന്ന കൊട്ടയിലെ അപ്പവും എന്ത് ചെയ്തു? തീർന്നു. എവിടെ വന്നപ്പോൾ? ബെർശേബ മരുഭൂമിയിൽ വന്നപ്പോൾ. ഹല്ലേലൂയ. അപ്പോഴാണ് അവൾ പ്രാർത്ഥിക്കാമെന്ന് ഡിസൈഡ് ചെയ്തു. രാമൻ പറഞ്ഞാട്ടെ. പലപ്പോഴും നമ്മൾ എങ്ങനെയാണ്, മനുഷ്യൻ തന്നതൊക്കെ തീരുമ്പോഴാണ് നമ്മൾ പ്രാർത്ഥനാ മുറി കയറുന്നത്. സ്വതന്ത്രം പറഞ്ഞാട്ടെ പ്രിയരെ. ഹല്ലേലൂയ. ആഗാറെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ അറിയാമായിരുന്നല്ലോ ആ കൊട്ടയ്ക്കകത്തുള്ള അപ്പം ജീവിതകാലം മുഴുവനും കഴിക്കാൻ പറ്റത്തില്ലെന്ന്. രാമൻ പറഞ്ഞാട്ടെ. ആ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ അറിയാമായിരുന്നല്ലോ ആ തുരുത്തിയിലെ വെള്ളം നിങ്ങൾക്ക് രണ്ടുപേർക്കും ജീവിതകാലം മുഴുവനും കുടിക്കാൻ പറ്റത്തില്ലെന്ന്. ഇതെല്ലാം തീരുന്നതാണ് അബ്രഹാം തന്നത്. സ്വതന്ത്രം പറഞ്ഞാട്ടെ. അതുകൊണ്ട് ദൈവമക്കൾ എപ്പോഴും ഒരു കാര്യത്തിൽ ബോധവാന്മാരായിരിക്കണം. ഇപ്പം 30-ാം വയസ്സിൽ നമ്മൾ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുകയാണ്, 100-ാം വയസ്സിൽ ചെയ്യാൻ പറ്റുമോ? രാമൻ പറഞ്ഞാട്ടെ. ഇതെല്ലാം തീരുന്നതാ. രാമൻ പറഞ്ഞേന്നേ. ആരോഗ്യമൊക്കെ തീരുന്നതാ. സ്തോത്രം. ഇന്നുള്ളതെല്ലാം തീരുന്നതാ. ഇതൊക്കെ തീരുന്നെന്ന് ഒരു ബോധമുള്ളവര് അവരറിയാം, ഇത് തീരുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ കയറി ഒരു ഉറവ ഞാൻ തുറക്കും. രാമൻ പറഞ്ഞാട്ടെ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഈ മനോഹരമായ വിശുദ്ധ ഞായറാഴ്ചയിലിരിക്കുന്ന ദൈവമക്കൾ ഓർത്തോണം, ഈ ലോകം തന്നതും ഇന്ന് നമ്മുടെ കയ്യിലുള്ളതെല്ലാം തീരുന്നതാണ്. സോദരം പറ, ഇതെല്ലാം തീരും കേട്ടോ, ഇതെല്ലാം തീരും. പക്ഷേ ഇതൊക്കെ തീരുന്നതിന് മുമ്പ് ഒരു പ്രാർത്ഥനയിൽ കയറണമെന്നാണ് ഇന്ന് നമ്മുടെ ദൈവം തരുന്നൊരു ദൂത്. പ്രൈസ് ദി ലോർഡ്. ആഗാർ അറിഞ്ഞില്ല ഈ അപ്പം തീരുമെന്ന്. ആഗാർ ഒരിക്കലും വിചാരിച്ചില്ല ഈ തുരുത്തിലെ വെള്ളം തീരും. ഇത് രണ്ടും അങ്ങോട്ട് തീർന്നപ്പോൾ ബൈബിൾ പറയുകയാണ്, എനിക്ക് ബാലൻ്റെ മരണം എന്ത് ചെയ്യണ്ട കണ്ടോ. ആ ഒരു സാഹചര്യങ്ങളിൽ വരെ വന്നു. ഇതുവരെ ഒന്നും വരത്തില്ലായിരുന്നു. ഹല്ലേലൂയ. നമ്മളോട് ദൈവം പറയുകയാണ്, ഇതൊന്നും വരത്തില്ല, ഇത് തീരുമെന്ന് മനസ്സിലാക്കിയിട്ട് നീ ആ ബെർശേബ മരുഭൂമിക്കകത്ത് ഒരു പ്രാർത്ഥനാ മുറിയിലോട്ട് കയറുമായിരുന്നെങ്കിൽ ഇത് തീരുന്നതിന് മുമ്പ് തന്നെ ഒരു ഉറവ സ്വർഗം നിനക്ക് വേണ്ടി തുറക്കും. കരങ്ങൾ ഉയർത്തി നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അതുകൊണ്ട് ഇന്നെന്നെ പലയിടങ്ങളിൽ ഇരുന്നു കൊണ്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളോട് ശക്തമേറിയ ഒരു ദൈവാലോചനയാണ് പറയുന്നത്. നമ്മുടെ ആരോഗ്യം തീരും, നമ്മുടെ സാലറി തീരും, നമ്മുടെ ഭൂമിയിലുള്ള പലതും തീർന്നുകൊണ്ടിരിക്കും. കൂടെയുള്ളവരൊക്കെ തീരാനുള്ളവരാ, പക്ഷേ ഒരിക്കലും തീരാത്ത ചിലത് സ്വർഗത്തിലുണ്ട്. അത് പ്രാർത്ഥിച്ച് തുറക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ബെർശേബ മരുഭൂമിയിലേക്ക് വന്നിരിക്കുക ഹാഗർ. ഞാനതാ പറഞ്ഞത്, കണ്ണടഞ്ഞവർക്ക് എപ്പോൾ ഇത് മരുഭൂമിയാണ്. കണ്ണടഞ്ഞവർക്ക് ഇത് എപ്പോഴും എല്ലായിടത്തും മരുഭൂമി. എപ്പോൾ വിളിച്ചാലും കഷ്ടമേ പറയാനുള്ളൂ. രാമൻ പറഞ്ഞാട്ടെ. എപ്പോൾ വിളിച്ചാലും രോഗമേ പറയാനുള്ളൂ. എപ്പോൾ വിളിച്ചാലും അവർക്ക് ദാരിദ്ര്യങ്ങളെ പറയാനുള്ളൂ. എപ്പോൾ വിളിച്ചാലും അവർക്ക് നഷ്ടങ്ങളെ പറയാനുള്ളത്. ഇതാണ് ആഗാറിനോട് പറയുന്നത്, മോനെ ആദ്യം ഉറവയല്ല ദൈവം തുറന്നത്, കണ്ണ് തുറന്നപ്പോൾ ഉറവ കണ്ട. അർത്ഥം ഉറവയുണ്ടായിരുന്നു. കാര്യം ബെർശേബ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ 7 കിണറെന്നാണ്. സ്വതന്ത്രം പറഞ്ഞാട്ടെ. ഈ ദിവസങ്ങളിൽ നമ്മളെല്ലാം നടക്കുന്നത് കിണറ്റിൻ്റെ മുകളിലാണ്. എന്തുകൊണ്ടാണ് നടക്കുന്നത്? അടിയിൽ ഭയങ്കര ഉറവയും വെള്ളമൊക്കെ, പക്ഷെ നമുക്കെന്താ അനുഭവം? മരുഭൂമിയാണ്. സ്വതന്ത്രം പറഞ്ഞാട്ടെ. നമുക്കിതൊരു മരുഭൂമി ഫീൽ ചെയ്തുകൊണ്ടിരിക്കുക. ഇന്ന് ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ ദൈവത്തോട് പറയണം, കർത്താവേ എനിക്ക് ഉറവ തുറക്കാനല്ല, എൻ്റെ തുറന്ന ഉറവ കാണാൻ എൻ്റെ കണ്ണൊന്ന് തുറക്കണേ. സ്വതന്ത്രം പറ. എൻ്റെ തുറന്ന കരുതലുകളൊക്കെ ഒന്ന് കാണാനായിട്ട്, എൻ്റെ വിടുതലുകളൊക്കെ ഒന്ന് കാണാനായിട്ട്, ദൈവം തന്ന ബ്ലെസ്സിങ്ങിനെ ഒന്ന് കാണാൻ വേണ്ടി എൻ്റെ ഉറവയല്ല, എൻ്റെ കണ്ണിനെ സ്വർഗം ഒന്ന് തുറക്കണമേ കർത്താവേ.
കാര്യം നമ്മൾ വായിച്ച വാക്യം കേട്ടില്ലേ, അവനോടുകൂടെ സകലതും തരാതെ, അവനോടുകൂടെ സകലതും യേശുവിനെ തന്നോ? യേശുവിനെ തന്നോ? തന്നെങ്കിൽ അവനോടുകൂടെ എല്ലാം വന്നിട്ടുണ്ട്. രാമേ പറഞ്ഞാട്ടെ. ഞാൻ പറയുന്നു, നാളെ കഴിക്കേണ്ട ഫുഡ് പോലും നേരത്തെ റെഡിയാ. ആമേ പറഞ്ഞാട്ടെ. അവനോടുകൂടെ സകലതും തരാതിരിക്കുമോ? ഇന്നത്തെ മെസ്സേജ് ഇതാണ്. ദൈവമേ, നീ തന്നതിനെ കാണാനായിട്ട് എൻ്റെ കണ്ണിനെ ഒന്ന് തുറക്കണേ. ഹല്ലേലൂയ. നിങ്ങൾ ഇന്നത്തെ ദൂത് കേൾക്കുമ്പോൾ ഒരു മെസ്സേജ് നിങ്ങളുടെ ഉള്ളിൽ കയറി വരും. അത് നിങ്ങളുടെ ഹൃദയത്തിൽ കുറിച്ചിടണം. അതിതാണ്, നിങ്ങളെ വിളിച്ചിട്ട് കരുതിയ ദൈവമല്ല, കരുതിയിട്ട് വിളിച്ച ദൈവമാണ്. ആണെന്നേ. ഏദനിൽ ആദ്യം ആദാമിനെ ഹവ്വയെ സൃഷ്ടിച്ചിട്ടല്ല ദൈവം ആകാശം ഉണ്ടാക്കിയതാണോ? ഭൂമി നിർമ്മിച്ചതാണോ? അല്ല. ഇങ്ങോട്ട് കേട്ടെ, ഇങ്ങോട്ട് എല്ലാവരും കേട്ടനേ. സ്തോത്രം. ആദ്യം ദൈവം എന്താ നിർമ്മിച്ചത്? 6 ദിവസങ്ങൾ കൊണ്ട്, 5 ദിവസങ്ങൾ കൊണ്ട് എല്ലാം സൃഷ്ടിച്ചതിന് ശേഷമാണ് 6-ാം ദിവസം മക്കളെ നിർമ്മിച്ചത്. രാമേ പറഞ്ഞോട്ടെ. അതിൻ്റെ അർത്ഥം, എൻ്റെ ആദാം എഴുന്നേറ്റ് വരുമ്പോൾ ഒരു ഇച്ചിരി പച്ചവെള്ളത്തിന് പോലും എൻ്റെ കുഞ്ഞ് ദാഹിക്കരുതേ. സ്വതന്ത്രം പറഞ്ഞാട്ടെ. എൻ്റെ കുഞ്ഞിനൊരു പേരയ്ക്ക കഴിക്കണമെങ്കിൽ ആദ്യം നല്ല പേര ദൈവം ഉണ്ടാക്കിച്ചു. രാമേ പറഞ്ഞാട്ടെ. ഇന്ന് എൻ്റെ കർത്താവിനെ ഒന്ന് സ്തുതിക്കാമോ? കരങ്ങൾ ഉയർത്തി. ഹല്ലേലൂയ. നിങ്ങളെന്ന് ഓർത്തോണേ, നിങ്ങളെ വിളിച്ചിറക്കിയിട്ട് കുഞ്ഞെ കരുതിക്കോളാന്ന് പറഞ്ഞ് പണ്ട് തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്ന ഏതെങ്കിലും ഹല്ലേലൂയ നമ്മളിവിടെയൊക്കെ വരുന്ന അതുപോലൊരു കരുതലല്ലോ. ഒരു സ്വതന്ത്രം പറഞ്ഞാട്ടെ. കേട്ടിട്ടുണ്ടോ? നമ്മൾ ഹല്ലേലൂയ പത്രം കൊടുത്തു കഴിഞ്ഞാൽ, പത്രം കൊടുത്താൽ പാത്രം തരുന്നൊരു സമ്പ്രദായം ഞങ്ങളുടെ അമ്മയൊക്കെ മേടിക്കുന്നത് കണ്ടിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. പഴയ തുണി കൊടുത്താൽ എന്ത് ചെയ്യുന്നു? പാത്രം കിട്ടുമായിരുന്നു. കേരളത്തിൽ അവിടെ വീട്ടിലൊക്കെ നിൽക്കുന്ന സമയത്ത്. അങ്ങനെ ഒരു വല്ലാത്ത ദൈവമല്ല നമ്മുടെ ദൈവം. രാമേ പറഞ്ഞാട്ടെ. നമ്മുടെ ദൈവം ഡീസന്റാ. ആ ദൈവം വിളിച്ചിട്ടുണ്ടെങ്കിൽ അവൻ അസാധാരണ കരുതലാ ചെയ്തിരിക്കുന്നത്. എല്ലാവരും ഒന്ന് ദൈവത്തെ സ്തുതിച്ചാണ് പറയുന്നത്. കരുതുന്ന ഒരു ദൈവത്തെ ഒന്ന് നല്ലപോലെ സ്തുതിക്കുന്നേ. Oh Jesus. Arthama chalamar kachasi andere. Hallelujah. ആണെന്ന്. ആകാശവും ഭൂമിയും ഭൂമിയിലുള്ളതെല്ലാം, വെള്ളമാകട്ടെ, വൃക്ഷമാകട്ടെ, ഫലമാകട്ടെ, മുഴുവനും നിർമ്മിച്ചിട്ട് ഫൈനലി തൻ്റെ മക്കളെ വെളിയിൽ കൊണ്ടുവന്നു. രാമേ പറഞ്ഞാട്ടെ. അതെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഹാർട്ട് വെളിപ്പെടുത്തിയതാ. ഞാൻ കരുതുന്ന ദൈവം. ഇതിൻ്റെ അർത്ഥം, എൻ്റെ കുഞ്ഞുങ്ങൾ ഒന്നിനും വേദനിക്കപ്പെടത്തില്ല. അല്ല, നിങ്ങൾ നോക്കിക്കേ. 1-ാം ദിവസം ആദാമിനെ ഹവ്വായെ നിർമ്മിച്ചെങ്കിൽ 2-ാം ദിവസം ആ വെള്ളം സൃഷ്ടിച്ചിരുന്നെങ്കിൽ, രാമൻ പറഞ്ഞേ, നദി ഉണ്ടാക്കിയിരുന്നെങ്കിൽ എന്തായിരുന്നു അവസ്ഥ? ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ലോക്ക്ഡൗണിൽ പലരും കറങ്ങിയതുപോലെ ആയിരുന്നാലും, പക്ഷേ ഇതല്ല നമ്മുടെ ദൈവം. ഭയങ്കര ദീർഘവീക്ഷണത്തോടെ കാര്യം ചെയ്തിരിക്കുക. അതുകൊണ്ട് ഇന്നത്തെ ആരാധനയിൽ സന്തോഷത്തോടെ വന്നവരോട് പറയുക, നമ്മുടെ ജീവിതത്തിൻ്റെ അവസാന ഡേറ്റ് എന്നാന്ന് നമുക്കറിയത്തില്ല. അന്നുടുക്കേണ്ട വസ്ത്രം പോലും ദൈവം കരുതി വെച്ചിരിക്കുകയാണ്. സ്വതന്ത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. അതുകൊണ്ട് ആ കരുതുന്ന ദൈവത്തിൻ്റെ ആ കരുതൽ കണ്ടുകൊണ്ട് ആരാധിച്ച് നമുക്ക് മുന്നോട്ട് പോകണം. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് ഹാഗാറെ, ഇങ്ങനൊരു സുപ്രഭാതത്തിൽ അബ്രഹാമും ഭാര്യയും തമ്മിൽ ഈ ഒരു കാര്യത്തിൽ പിണങ്ങുമെന്നും, ഒരു കൊട്ട അപ്പവും അതിൻ്റെ ഒക്കെ തുരുതുരുത്തി വെള്ളവും ഒരു രാവിലെ നിന്നെ വിളിച്ചുണർത്തി നിന്റെ മോനെയും വെളിയിലാക്കുമെന്നൊക്കെ എനിക്കറിയാമായിരുന്നു. നിങ്ങൾ നേരിട്ട് നടന്നു വരുന്ന റൂട്ട് മാപ്പ് ബർശേബ മരുഭൂമിയാണെന്നും അവിടെ എന്നേക്കുമായി ഒരു ഉറവയും ഞാൻ കരുതി വെച്ചിട്ടുണ്ടായിരുന്നു. സ്തോത്രം പറഞ്ഞാട്ടെ. പക്ഷേ അവിടെ വന്നിട്ട് അവർ ഉഴുന്ന് നടന്ന പറയുന്നത് അല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം നടന്ന്. കാര്യം മരുഭൂമി കാണാതെ, ഭയങ്കരമായിട്ട് മരുഭൂമി കാണാതെ അവർ നടന്നു. പക്ഷെ ഞാൻ നിങ്ങളോട് ഇന്ന് പറയട്ടെ, ദൈവത്തിൻ്റെ മക്കളെ, അവരുടെ കണ്ണിനെ അവർ പറയുന്നുണ്ട്, ബാലൻ്റെ മരണം കാണേണ്ടെന്ന് പറഞ്ഞ് ഒരു അൻപിൻപാട് ദൂരത്ത് പോയിരുന്ന് എന്ത് ചെയ്തു? കരഞ്ഞു. പക്ഷേ ദൈവം പറഞ്ഞു, ബാലൻ എന്ത് ചെയ്യത്തില്ല, മരിക്കത്തില്ല. കാര്യം ദൈവീക വാക്തത്വമായിരുന്നു ബാലൻ. ഉടനെ അവളുടെ നിലവിളി, കുഞ്ഞിൻ്റെ നിലവിളി ദൈവം കേട്ട് ബൈബിൾ പറയുകയാണ്, ദൈവം അവളുടെ കണ്ണ് തുറന്നു. ഇനി ആ ഭാഗം ഒന്ന് വായിക്കാമോ? അവൾ അവിടെ ചെന്നിട്ട് അവനെ എന്ത് ചെയ്തു? താങ്ങി എഴുന്നേൽപ്പിച്ചു. ദൈവം അവളുടെ കണ്ണു തുറന്നു. അവൾ ഒരു നീരുറവ കണ്ടു. ചെന്നു തുരുത്തിയിൽ വെള്ളം നിറച്ചു. തുരുത്തിയിൽ എന്ത് ചെയ്തു? വെള്ളം നിറച്ചു. ബാലനെ കുടിപ്പിച്ചു.
അവൻ അവിടെ ഒരു നല്ല വ്യക്തിയായി മാറി. അടുത്ത ഭാഗം എഴുതുന്നത്, നമ്മുടെ വിഷയം ഇശ്മായേലൊന്നുമല്ല, നമ്മുടെ വിഷയം കരുതുന്ന ദൈവമാണ്. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. നമ്മുടെ വിഷയം കരുതുന്ന ദൈവമാണ്. ലോകത്തിലെ മനുഷ്യൻ കരുതുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അബ്രഹാമിൻ്റെ എക്സാമ്പിൾ നോക്കിയാൽ മതി. ഇത്രയൊക്കെ ഉള്ളൂ ലോകക്കാർക്ക് നമുക്ക് വേണ്ടി ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. പക്ഷേ എന്തെല്ലാം ലോകക്കാർ കരുതി ഇതെല്ലാം തീരുന്നതാണെന്നുള്ള ഒരു ബോധം നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ആ ഒരു വിശ്വാസത്തിൽ, ഫെയ്ത്തിൽ മുന്നോട്ട് പൊക്കോണം. ഹല്ലേലൂയ. കണ്ണ് ദൈവം തുറന്നു തന്നാൽ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, പ്രോബ്ലം നമുക്ക്. സ്തോത്രം പറഞ്ഞാട്ടെ. ഭയങ്കര കരുതലുകളാണ് ദൈവം ലോകമെമ്പാടും കരുതിയിട്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ആ കരുതൽ വരണമെങ്കിൽ ഒരു വലിയൊരു ദൈവപ്രവൃത്തി. നിങ്ങളിനി ശ്രദ്ധിച്ചോണേ. ഹല്ലേലൂയ. ഞാനിങ്ങനെ എൻ്റെ വീട് ഞാൻ പണിതിട്ട് എല്ലാം ഭയങ്കരമായിട്ട്, ഞാൻ ജോസച്ചായനെ അറിയാം, ഭയങ്കര അത്ഭുതങ്ങളാണ് നടന്നത്. പക്ഷേ വീട് വഴിയിൽ നിന്ന് 15 അടി അങ്ങോട്ട് വെച്ചപ്പം ഭയങ്കര മിറ്റം കിട്ടി. എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു തറയോടിട്ടൊരു മിറ്റം. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഞാൻ ചോദിച്ചു, ദൈവമേ, ഇത്രയെല്ലാം നീ എനിക്ക് വേണ്ടി ഭയങ്കരമായിട്ട് ചെയ്തു തന്നു, ഇതും കൂടെ നിനക്ക് ചെയ്തു തരാൻ പറ്റും? ആ സമയത്ത് ഞാനിങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കുക. അപ്പോൾ ആൾക്കാർ പറഞ്ഞു മെറ്റിലിടാം. കേൾക്കണേ, ചിലർ പറഞ്ഞു മണ്ണിടാം, ഇനി പൈസ ഉള്ളപ്പോഴൊക്കെ ചെയ്യാം. പക്ഷെ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു കയറി താമസിക്കുമ്പോൾ ഇതെല്ലാം ഉണ്ടാകണം. ഒരാമേ പറഞ്ഞോട്ടെ. കാര്യം ദൈവം തുടങ്ങിയതാണെങ്കിൽ എല്ലാം ഓക്കെയാണ്. നമ്മുടെ ദൈവം കരുതുന്ന ദൈവമാണ്. പെരുമ്പാവൂരിൽ നിന്ന് ഇങ്ങനെ ഓടുകൊണ്ടുവരിക. ആ വണ്ടിയുടെ പേര് തന്നെ മുഹമ്മദ് എന്നാണ്. നിങ്ങൾ ശ്രദ്ധിച്ചോണേ. അങ്ങനെയുള്ളൊരു സ്ഥലത്ത് നിന്നാണ് വരുന്നത്. ശ്രദ്ധിച്ചോണേ. അതിങ്ങനെ വന്ന് ഞങ്ങളുടെ റോട്ടിൽ വന്ന് നിൽക്കുകയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതെ. പക്ഷെ അവർക്ക് ആ സമയത്ത് ഒരു പൈസ കൊടുക്കണം. അപ്പം ആ സമയത്ത് എൻ്റെ പൈസ ഇല്ല. ഞാനിങ്ങനെ പ്രാർത്ഥിക്കും. ഭയങ്കര പണി നടക്കുക. പേരൻസിന് പോലും അറിയത്തില്ല എങ്ങനെയാണ് നടക്കുന്നത്. മുഴുവൻ പ്രയറിൻ്റെ അകത്തോടെ ഉറവ ദൈവം തുറന്നുകൊണ്ടിരിക്കുക. ഞാനിങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് ആദ്യം ഫാദർ എന്നെ വന്ന് വിളിച്ച്, പുറകിൽ നിന്ന് മുന്നോട്ട് വരുന്ന വണ്ടികൾക്ക് പോകാൻ പറ്റത്തില്ല, ഇത് ഇറക്കി വെക്കാതെ അവർക്ക് പുറകോട്ടും പോകാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞു, ഇറക്കി വെക്കുക, ഞാൻ വരുമല്ലേ. അല്ലല്ല, പൈസ കൊടുക്കാതെ എന്ത് ചെയ്യത്തില്ല, ഇറക്കി വെക്കത്തില്ല. ഞാൻ പറഞ്ഞു, ഞാൻ വരുമല്ലേ. ഞാൻ കയറുക. അന്നൊരു വൈറ്റ് ജുബ്ബ ഇട്ടുണ്ട്. എനിക്കങ്ങനെ പ്രത്യേകിച്ച് അതൊന്നുമല്ല, പക്ഷെ എനിക്കന്ന് തോന്നുന്നു ഒരു വൈറ്റ് ജുബ്ബ ഇട്ട് പ്രാർത്ഥിക്കണം. ഞാൻ ആ ജുബ്ബ ഇട്ടുകൊണ്ട് പ്രാർത്ഥിക്കുക. ഇങ്ങനെ ഇട്ട് പ്രാർത്ഥിച്ച വഴി തുറക്കുമെന്ന് എന്നോട് ചോദിക്കരുത്. പക്ഷേ ഞാൻ അങ്ങനെ ഒരു പ്രാർത്ഥന കയറി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അതൊരു അഗ്രസീവ് പ്രയറിലായിരുന്നു ആ പ്രാർത്ഥന നടക്കുന്നത്. ആ പ്രാർത്ഥന നടന്ന് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, ദൈവമേ, ഞാൻ പോകാൻ പോവാ. അത്രേ ആൾക്കാരുടെ മുമ്പിൽ, ഈ ഫാദറിൻ്റെയും മദറിൻ്റെ ഒക്കെ മുമ്പിൽ ഞാൻ ഒരിക്കലും നാണം കെടല്ലേ. ഞാൻ പോകുമ്പോൾ എൻ്റെ കയ്യിൽ പൈസയൊന്നുമില്ല. പക്ഷേ എന്നോട് പറഞ്ഞു, ഇന്ന ആളാ, വണ്ടിയുടെ ആളുടെയും പേര് പറഞ്ഞപ്പോൾ ഇത് നാളെ ഓൺലൈനിലൊക്കെ വരുമായിരിക്കില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. എങ്കിൽ പോലും ഇന്ന ആളാ. ഞാൻ ദൈവത്തോട് പറഞ്ഞു, ഞാൻ ഐസക്ക. രാമൻ പറഞ്ഞേട്ടെ, ഞാൻ ഇസഹാക്ക. രാമൻ പറ. ദൈവം അവരോട് പറഞ്ഞത് നിന്നെ തൊട്ടിയാക്കാന്ന്, എന്നെ കിണറാക്കാന്ന് പറഞ്ഞു. രാമൻ പറഞ്ഞേട്ടെ, സ്വതന്ത്രം പറഞ്ഞേട്ടെ. അപ്പോൾ ഒരിക്കലും ഞാൻ അവിടെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ലജ്ജിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ ശ്രദ്ധിച്ചോണേ, ഞാൻ ലജ്ജിക്കാൻ പറ്റത്തില്ല. ഇനി കേട്ടോണേ, ഞാൻ ലജ്ജിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ കാണത്തക്ക ആ വണ്ടിയുടെ അടുത്തേക്ക് ഞാൻ വരിക. ഒരു പോസ്റ്റിൻ്റെ അടുത്ത് ഞാൻ വന്നു, ആ വണ്ടിയുടെ അടുത്തേക്ക് വന്നു. പക്ഷെ എൻ്റെ മനസ്സിൽ ഇതാണ്, ഞാൻ ഇസഹാക്ക. ഒരാമയം പറഞ്ഞോട്ടെ, ഞാൻ ഇസഹാക്ക. ഹല്ലേലൂയ. എന്നെ ദൈവം കിണറാക്കാന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരാമയം പറഞ്ഞോട്ടെ, എന്നെ കൊണ്ട് അവരെ നിറയ്ക്കാന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞങ്ങോട്ട് വരുമ്പോൾ എൻ്റെ ഫോണിൻ്റെ അകത്ത് ഒരു ബീപ്പ് സൗണ്ട് വന്നു. ഞാൻ നോക്കിയപ്പോൾ അതിശയിച്ചു പോയി. 1.5 ലക്ഷം രൂപ ക്രെഡിറ്റ് ആയി. ഒരാമയം പറഞ്ഞോട്ടെ. ഞാൻ ഞെട്ടിപ്പോയി. ഇട്ടയാളെ എനിക്കറിയാം. ആളോട് ഞാൻ ചോദിച്ചു, ഇതെങ്ങനെയാണ് വന്നത്? അദ്ദേഹം പറഞ്ഞു, ഞാൻ രാവിലെ നടക്കുമായിരുന്നു, നിനക്കൊരു സർപ്രൈസ് തരാൻ നേരിട്ട് തരാനായിട്ടിരുന്നത്. പക്ഷേ ഞാൻ കടൽക്കരയിലൂടെ ഗൾഫിലൂടെ നടക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിൽ പറഞ്ഞു, അങ്ങോട്ടങ്ങ് ട്രാൻസ്ഫർ ചെയ്തിരിക്കാൻ. ഒരാമയം പറഞ്ഞാട്ടെ. ഇതാ നമ്മുടെ ദൈവം. ഒരാമയം പറ. അദ്ദേഹം എന്നെ സർപ്രൈസ് ചെയ്യാനിരിക്കുകയായിരുന്നു. പക്ഷെ ദൈവം പറഞ്ഞ് അങ്ങനെ ചെയ്യേണ്ട സമയമല്ല, ഇപ്പോൾ അത് കൊടുക്കണം. ഒരാമയം പറഞ്ഞാട്ടെ. പ്രൈസ് ദി ലോർഡ്. ഞാൻ അവിടെ ചെന്നപ്പോൾ അടുത്ത് ചെന്നിട്ട് ഇത്രയോ ചോദിച്ചോളൂ, ഈ ഒരു കാര്യം നേരത്തെ അങ്ങ് ചെയ്താൽ മതി കേട്ടോ. അവിടെ നമ്മുടെ ടൂൺ മാറി. ഒരാമയം പറഞ്ഞാട്ടെ. 500 മീറ്ററിൻ്റെ മുമ്പിൽ തന്നെ നമ്മുടെ ടൂൺ മാറി. കാര്യം, നമ്മുടെ ദൈവം ലജ്ജിപ്പിക്കുന്ന ദൈവമല്ല, കരുതുന്ന ദൈവമാണ്. ഒരു സ്വതന്ത്രം പറഞ്ഞാട്ടെ. നിങ്ങൾ ദൈവത്തിൻ്റെ സൂപ്പർ നാച്ചുറൽ പ്രവൃത്തികളിൽ വിശ്വസിക്കുന്ന ഒരു ആമയം പറയാമോ നിങ്ങൾ? അതുകൊണ്ട് ഇന്ന് ഇവിടെ ഇരിക്കുന്നവരോട് ഞാൻ പറയാം, ആരുടെ മുമ്പിലും തലകുനിയത്തില്ല,
ആരുടെ മുമ്പിലും കൈ നീട്ടേണ്ട വരത്തില്ല. രാമൻ പറഞ്ഞാട്ടെ, നമ്മൾ ഐസക്ക, നമ്മൾ പാത്രമല്ല, നമ്മൾ കിണറാ. ആമേൻ പറ. പാത്രത്തെ നിറയ്ക്കുന്ന കിണറാ നമ്മളൊരു. സ്വത്രം പറഞ്ഞാട്ടെ. നമ്മളാണ് ബ്ലെസ്സിങ്. കരങ്ങൾ ഉയർത്തി നല്ല ഹല്ലേലൂയ പറയണം. ഇവിടെ ദൈവം പറഞ്ഞു, ബർശേവ മരുഭൂമിയിൽ കിണറ്റിൻ്റെ ഉറവയുടെ മുമ്പിൽ അവരുടെ കണ്ണ് തുറന്നു. അല്ലെങ്കിൽ അവരുടെ കണ്ണ് തുറന്നു. അതുകൊണ്ട് ഇന്ന് മെസ്സേജ് ഞാൻ നിർത്താൻ പോകുകയാണ്. പക്ഷെ ഞാൻ നിങ്ങളോട് പറയുന്നത്, പ്രോബ്ലം ദൈവത്തിനല്ല, പ്രോബ്ലം നമുക്കാ. പുത്രനെ തരാൻ മടിക്കാത്ത ദൈവം പുത്രൻ്റെ കൂടെ സകലതും തന്നിട്ടുണ്ടെങ്കിൽ അത് കാണാൻ കണ്ണ് തുറക്കുക. അതാണ് നമ്മുടെ ഡ്യൂട്ടി. സ്വതന്ത്രം പറഞ്ഞാട്ടെ. എല്ലാം തന്നിട്ടേക്കുക. അത് കാണാനൊന്ന് കണ്ണ് തുറന്നാൽ മതി, നമ്മുടെ കാര്യങ്ങളെല്ലാം നടക്കും. പ്രൈസ് ദി ലോർഡ്. ഓൾറെഡി ബർശേവ മരുഭൂമിയില 7 കിണറിൻ്റെ മുകളിലാ. ആമേൻ പറഞ്ഞാട്ടെ. ഓൾറെഡി ഉറവ അവിടെ ഉണ്ട്. അകറെ നിന്റെ കണ്ണൊന്ന് തുറന്നാൽ മതിയായിരുന്നു. ഹല്ലേലൂയ. നിന്റെ കണ്ണ് തുറക്കാത്തോണ്ടല്ലേ നീ മരണവേദന അനുഭവിക്കേണ്ട വന്നത്. നീ പറഞ്ഞത് നിന്റെ കുഞ്ഞ് മരിച്ചു പോകുന്ന. കണ്ണ് തുറന്നിരുന്നെങ്കിൽ ഉറവ കാണാമായിരുന്നു. ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവർ കൈ കൊടുത്തെന്ന് പറ, പ്രോബ്ലം നമുക്കാണെന്ന് പറഞ്ഞേ. ഒന്ന് പറഞ്ഞേ. ആണാ ചേട്ടനൊക്കെ ഒന്ന് പറഞ്ഞേ, പ്രോബ്ലം നമുക്കാന്ന് പറഞ്ഞേ. ഹല്ലേലൂയ. പ്രോബ്ലം നമുക്കാന്നേ. പ്രോബ്ലം ദൈവത്തിനല്ല, പ്രോബ്ലം നമുക്ക്. ആമേൻ പറ. നമ്മുടെ ഈ കണ്ണൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെയാ തുറക്കേണ്ടത്. സ്വതന്ത്രം പറ. നമ്മുടെ ഈ ചെവിയൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെയാ തുറക്കേണ്ടത്. നമ്മുടെ ലൈഫിൻ്റെ അകത്ത് തുറക്കേണ്ട പലതും അടഞ്ഞിരിക്കുക. ആത്മീയമായതുള്ളെല്ലാം അടഞ്ഞിരിക്കുന്നതുകൊണ്ട് നമ്മൾ ആകാറിനെ പോലെ ഇങ്ങനെ കറങ്ങി നടക്കുക. അവരാ ഈ വേവലാതിയെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവരാ അയ്യോപത്വമെന്നെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവരുടെ വായിന്ന് അവിശ്വാസം എല്ലാം വന്നുകൊണ്ടിരിക്കുന്നത്. അവരാ പറഞ്ഞത് ഒന്നും നടക്കത്തില്ലെന്ന്. പക്ഷെ കണ്ണ് തുറന്നവൻ പറയുക, അത് നടക്കാൻ പോകുകയാണ്. ഒരു നിമിഷം എല്ലാ കണ്ണുകൾ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചേന്നേ. പ്രോബ്ലം ഒന്ന് സമ്മതിക്കേ. കുറെ കാലം യേശുവിനെ കണ്ടുമുട്ടിയിട്ട്, കുറെ കാലമായിട്ട് ഈ ബൈബിളും പിടിച്ചുകൊണ്ട് നടക്കുക. ഇതിൻ്റെ അകത്ത് ഏതേലും വാക്യം നമുക്കൊന്ന് വിശ്വസിക്കാൻ പറ്റുന്നുണ്ട് ഇതുവരെയായിട്ടും? ഈ ദൈവം ഒരു ലിമിറ്റഡായി ചെയ്യുന്ന ദൈവമല്ല കേട്ടോ. ആ കുഞ്ഞിൻ്റെ അപ്പൻ ചോദിച്ച പോലെ, എൻ്റെ മോനെ സൗഖ്യമാക്കാൻ നിനക്ക് കഴിയുമോ എന്ന് ചോദിക്കുന്ന പോലെ ആ മണ്ടൻ ചോദ്യങ്ങളൊക്കെ വിടണേ. നിന്റെ മകനെ സൗഖ്യമാക്കാനല്ല, അവൻ മണ്ണിൽ പോയാൽ അതുപോലൊരു മകനെ ഉണ്ടാക്കിത്തരാൻ കഴിയുന്നവനാ ദൈവം. ആദാമിനെ ഹവ്വായെ നിർമ്മിക്കും മുമ്പ് എല്ലാം കരുതി വെച്ച് നിർമ്മിച്ച കരുതലുള്ളൊരു ദൈവം. അബ്രഹാമേ, നിന്റെ മകൻ ഇസഹാക്കിനെ യാഗം കഴിക്കണമെന്ന് പറഞ്ഞ് വീട്ടിൽ നിറങ്ങും മുമ്പ് തന്നെ ആട്ടുകൊറ്റനെ മോറിയാമലയിൽ കരുതി വെച്ച ദൈവം. എന്തിനേറെ പറയുന്നു, ഇന്നിവിടെ ഇരിക്കുന്ന ബ്രദർ ജോബിനും, ഇവിടെ ഇരിക്കുന്ന ഹല്ലേലൂയ സിസ്റ്റർ റിൻസിയും, ഹല്ലേലൂയ ജോമോനച്ചായനും, ഇവിടെ ഇരിക്കുന്ന എല്ലാവരും യേശുവിനെ കണ്ടുമുട്ടും മുമ്പ് തന്നെ നമ്മുടെ പാപങ്ങൾക്ക്, രോഗങ്ങൾക്ക്, ശാപങ്ങൾക്ക് വേണ്ടി പുത്രനെ കാൽവറിയിൽ കരുതി വെച്ച ദൈവം. ഇതുപോലെ കരുതുന്നൊരു ദൈവമില്ല കേട്ടോ. ഇതുപോലെ കരുതുന്നൊരു ദൈവമില്ല കേട്ടോ. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചോ. എന്നെ ആരും ഇപ്പൊ നോക്കണ്ട, കണ്ണടച്ച ദൈവത്തെ നോക്കിക്കോ. ഇവിടെ ഇരിക്കുന്ന പലരും ബർശേവ മരുഭൂമിയിലൂടെ ആഗാർ ഉഴന്ന് നടക്കുന്ന പോലെ ചിലർ നടന്നുകൊണ്ടിരിക്കുക. ചില ഹാഗാറുമാരെ പോലെ ചിലർ ഇന്നിവിടെ ഇരിപ്പുണ്ട്. കിണറിന്റെ മുകളിലൂടെ വെള്ളം നോക്കി മരുഭൂമി പോലെ നടക്കുക. ഉറവ കണ്ണിന്റെ മുമ്പിൽ കൂടെ ഒഴുകിക്കൊണ്ടിരിക്കുക. ഇന്നേ വരെ അത് കാണാൻ പറ്റിയിട്ടില്ല. ഉഴുന്ന് നടന്നുകൊണ്ടിരിക്കുക. ദാഹിച്ച് മരിക്കാറായ പോലെ ജീവിക്കുക. സംശയിക്കേണ്ട, ഈ ദൂത് നിങ്ങളോട് തന്നെയാ. ഇന്ന് വിടുതൽ ആവശ്യം നിങ്ങളുടെ കണ്ണിനാ. കണ്ണ് തുറന്നാൽ ഉറവ കാണും. കണ്ണ് തുറന്നാൽ വിടുതൽ കാണാൻ പറ്റും. പിതാവേ, ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ച് സ്വന്തം പുത്രനെ ആദരിക്കാതെ അവനോടുകൂടെ അവനെ ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലതും തരാതിരിക്കുമോ? പുത്രനെ തരാങ്കിലാണോ ആ തലവേദന മാറ്റുക? ദൈവത്തിന്റെ പ്രശ്നമല്ല കേട്ടോ.
പുത്രനെ തരാമെങ്കിൽ നിന്റെ കുടുംബത്തെ ഒന്ന് സെറ്റിൽ ചെയ്യുക. ദൈവത്തിനൊരു പ്രശ്നമുള്ള കാര്യമല്ല. പുത്രനെ തരാമെങ്കിൽ ഇനിയുള്ള എല്ലാ മാസവും നിന്നെ ജയത്തോടെ നടത്തുക. എന്റെ ദൈവത്തിന് അതൊരു ആനക്കാരിയല്ല. ആകാരെ കണ്ണ് തുറക്ക, ചെവി തുറക്ക, ഹൃദയം തുറക്ക, ആത്മീയമായിട്ടൊന്ന് ശക്തമാകുക. ഭയങ്കര ഉറവ ഒഴുകിക്കൊണ്ടിരിക്കുക മുന്നിൽ കൂടെ. പിതാവേ, ഇന്നത്തെ ദൂതിന് മുമ്പിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തു. വലിയ വിടുതലിന്റെ ടെസ്റ്റ് മണികൾ ഈ ദിവസങ്ങളിൽ നമ്മൾ കേൾക്കാൻ പോകാം. പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുക. പിതാവേ,